ദൈവത്തിന് ഒത്തിരി പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കാണ് ചെറിയ അംഗവിഹീനത ഉള്ള അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേൾഡ് സെറിബ്രൽ പാൾസി ഡേ. സെറിബ്രൽ പാൾസി വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ടാകാവുന്ന ഒരു പ്രയാസമാണ് നടക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റിലുള്ള തടസ്സങ്ങൾ. ഈ മോട്ടോർ ഡെവലപ്മെന്റിലുള്ള തടസ്സങ്ങൾ കൊണ്ട് കുഞ്ഞിന് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഫിസിയോതെറാപ്പി അതിന്റെ പരിഹാരത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകാര് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സെറിബ്രൽ പാൾസി ഉള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നടക്കാനുള്ള ഡെവലപ്മെന്റ് ഡിലേ കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശിച്ച് നൽകുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അഭിലാഷ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിലാഷ് മാത്യു, സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് രാജഗിരി ഹോസ്പിറ്റൽ. കുട്ടികളുടെ ശാരീരിക വൈകല്യ രോഗ ചികിത്സയിൽ ഫിസിയോതെറാപ്പിക്ക് പ്രഥമവും പ്രധാനവുമായൊരു പങ്കുണ്ട്. ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ ഭൗതിക ചികിത്സ എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. പ്രധാനമായും നാഡീ സംബന്ധമായ രോഗങ്ങൾ മൂലമാണ് കുട്ടികൾക്ക് ശാരീരിക വൈകല്യവും അതുപോലെ തന്നെ വളർച്ചാ കുറവും ഉണ്ടാകുന്നത്. ഇതിന് ചില ഉദാഹരണങ്ങളാണ് സെറിബ്രൽ പാൾസി, പോളിയോ, ഡിലേഡ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ മുതലായവ. ഫിസിയോതെറാപ്പിക്ക് പ്രധാനമായും 3 തലങ്ങളാണുള്ളത്. അതിലൊന്ന് അസസ്മെന്റ്, അതായത് പരിശോധന, ട്രീറ്റ്മെന്റ്, അതായത് ചികിത്സ, പിന്നെ ലാസ്റ്റ് സ്റ്റേജാണ് കണ്ടിന്യൂസ് കെയർ അറ്റ് ഹോം, അതായത് തുടർ പരിചരണം. എന്നീ 3 മേഖലകളിലൂടെയാണ് ഫിസിയോതെറാപ്പി ചികിത്സ ഉള്ളത്. ഫിസിയോതെറാപ്പി ചികിത്സയുടെ ഒന്നാമത്തെ ഘട്ടമാണ് അസസ്മെന്റ്, അതായത് പരിശോധന. ഈ പരിശോധനയിലാണ് കുട്ടിയുടെ ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളതും കുട്ടിയുടെ ബർത്ത് ഹിസ്റ്ററി, അതുപോലെ തന്നെ ശരീര പരിശോധന, ഇവയെല്ലാം അപഗ്രഥിച്ച ശേഷം ഏതു തരം ചികിത്സയാണ് ഒരു കുട്ടിക്ക് വേണ്ടത് എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഈ അസസ്മെന്റിലൂടെയാണ്. ഈ അസസ്മെന്റ് പ്രോസസ്സിൽ മാതാപിതാക്കളുടെ പങ്കും വളരെ നിർണായകമാണ്. കാരണം ഒരു തെറാപ്പിസ്റ്റിനേക്കാൾ കൂടുതൽ സമയം കുട്ടിയുടെ കൂടെ ചിലവഴിക്കുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് അവർക്കായിരിക്കും വളരെ ചെറിയ വ്യത്യാസങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അവരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ അസസ്മെന്റ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ട്രീറ്റ്മെന്റ് അഥവാ ചികിത്സ. ചികിത്സ എന്നത് പ്രധാനമായും 4 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് കൊടുക്കുന്നത്. അതിലൊന്ന് പൊസിഷനിങ്, രണ്ടാമത്തത് നോർമലൈസേഷൻ ഓഫ് ടോൺ, തേർഡ് വൺ ഇംപ്രൂവ് മസിൽ പവർ ആൻഡ് ഫോർത്ത് വൺ ഇംപ്രൂവ് മൊബിലിറ്റി. ഈ 4 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഫിസിയോതെറാപ്പി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. നമ്മളിപ്പം ആദ്യത്തെ സ്റ്റേജിലേക്ക് വരാം, അതായത് പൊസിഷനിങ്. അതായത് ഒരു കുട്ടി എങ്ങനെയാണ് അവൻ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ നിൽക്കുമ്പോഴും എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്നുള്ളതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത്. ഈ പൊസിഷനിങ്ങിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് വിവിധ തരത്തിലുള്ള റിഫ്ലക്സസ്, അതായത് ഫിസിയോതെറാപ്പി പറയുകയാണെങ്കിൽ പ്രിമിറ്റീവ് റിഫ്ലക്സസിൻ്റെ അമിതമായ ഇൻഫ്ലുവൻസ് ഉണ്ടാകും ചില കുട്ടികളിൽ. അപ്പോൾ ആ റിഫ്ലക്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് പൊസിഷൻസ് ഏതാണോ ആ രീതിയിൽ നമ്മൾ റിഫ്ലക്സിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക. അതുപോലെ തന്നെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കുട്ടി എങ്ങനെ സേഫായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പൊസിഷൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് നോർമലൈസേഷൻ ഓഫ് ടോൺ. നമുക്കറിയാം ചില കുട്ടികൾക്ക് അവൻ്റെ മസിൽ നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലോപ്പി ആയിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും. കാരണം അതിന് ടോൺ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. ചില കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം ടോൺ ഉണ്ടാകുമെന്ന് വെച്ചാൽ വളരെ ബലമായിരിക്കും, ബലമായിട്ട് നമുക്ക് കൈയോ കാലുകളോ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ 2 അവസ്ഥകളിൽ നിന്നും മാറ്റി പേഷ്യൻറ്റിൻ്റെ നോർമൽ ടോണിലേക്ക്, മസിലിൻ്റെ നോർമൽ ടോണിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതും ഫിസിയോതെറാപ്പിയിലെ രണ്ടാമത്തെ സ്റ്റേജാണ്. അതിന് പ്രധാനമായിട്ടും നിരവധി എക്സസൈസുകളും, ഇപ്പോൾ ടോൺ കുറവാണെങ്കിൽ നമ്മൾ ഫെസിലിറ്റേഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കും. ഇനി അഥവാ ടോൺ കൂടുതലാണെങ്കിൽ നമ്മളങ്ങനെ സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ ഇൻഹിബിറ്ററി പോസ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത് വരികയാണെങ്കിലാണ് ഇംപ്രൂവ് മസിൽ സ്ട്രെങ്ത് ഓർ മസിൽ പവർ. ഇതിനു വേണ്ടിയിട്ടും നിരവധി ആയിട്ടുള്ള എക്സസൈസുകളുണ്ട്. എസ്പെഷ്യലി തെറാപ്പി ബോർഡിലുള്ള എക്സസൈസുകൾ, അതുപോലെ തന്നെ ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, ഇതൊക്കെ വഴിയായിട്ട് പേഷ്യൻറ്റിൻ്റെ മസിലിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. 4ാമത്തെ സ്റ്റേജാണ് ഇംപ്രൂവ് മൊബിലിറ്റി. കുട്ടികൾക്ക് എപ്പോഴും വളരെ ഡൈനാമിക് ആയിരിക്കും. അപ്പോൾ അവരുടെ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില കുട്ടികൾക്കാണെങ്കിൽ പാദത്തിനൊക്കെയുള്ള ഡീഫോമിറ്റികൾ മൂലം അവർക്ക് നടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളുണ്ടാകും.
അപ്പോൾ ഈ അവസ്ഥകൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള എക്യുപ്മെൻസുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇരിക്കാനാണെങ്കിൽ CP ചെയർ, അതുപോലെ നിൽക്കാനാണെങ്കിൽ സ്റ്റാൻഡിങ് ഫ്രെയിം. നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കുട്ടി എത്തുമ്പോൾ അവന് ചിലപ്പോൾ കാലിൻ്റെ ഡിഫോമിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ AFO, അതായത് ആംഗിൾ ഫൂട്ട് ഓർത്തോസിസ്, KFO, നീ ആംഗിൾ ഫൂട്ട് ഓർത്തോസിസ്, HKFO, അങ്ങനെ നിരവധി ടൈപ്പുള്ള ഓർത്തോസിസിൻ്റെ സപ്പോർട്ടും അവന് വേണ്ടി വരും. ആ രീതിയിൽ അവരുടെ മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ മൊബിലിറ്റി ഗേറ്റ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ലഭ്യമാണ്. അതിലൊന്നാണ് വാക്കർ, പോസ്റ്റീരിയർ വാക്കർ, കെയിൻസ്, ക്രച്ചസ്, ഇവയൊക്കെ തന്നെ ഉപയോഗിച്ച് നമുക്ക് ആ പേഷ്യൻസിൻ്റെ ഗേറ്റ് അല്ലെങ്കിൽ നടത്തം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പറ്റും. ഫിസിയോതെറാപ്പിയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ്, അതായത് മൂന്നാമത്തെ ഘട്ടമാണ് കണ്ടിന്യൂസ് കെയർ അറ്റ് ഹോം, അതായത് തുടർ പരിചരണം വീട്ടിൽ. ഫിസിയോതെറാപ്പി ഫലപ്രദമായി ഒരു കുട്ടിക്ക് കിട്ടണമെങ്കിൽ തുടർ പരിചരണം വളരെ അത്യാവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ട് മാതാപിതാക്കളെ നമ്മൾ ലഘു വ്യായാമങ്ങളും അതുപോലെ തന്നെ പൊസിഷനിങ്ങും എല്ലാം തന്നെ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കും. ഇതുവഴി അവർക്ക് വീട്ടിലും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ മാത്രമേ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള സമയം എല്ലാം തന്നെ അവൻ്റെ വീട്ടിലാണ്. സോ വീട്ടിലും ഒരു തുടർ പരിചരണം ആവശ്യമാണ്. ഈ തുടർ പരിചരണം കറക്റ്റായിട്ട് ആ കുട്ടിക്ക് കിട്ടിയാൽ മാത്രമേ ഫിസിയോതെറാപ്പിയുടെ ചികിത്സ പൂർണ്ണ രീതിയിൽ ഫലവത്താവുകയുള്ളൂ. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സെറിബ്രൽ പാൾസി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഫിസിയോതെറാപ്പി എങ്ങനെ സഹായകരമാകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ് കേട്ടു. ഇനിയും മെഡിക്കൽ പരമായിട്ട് ഒരു പ്രധാനപ്പെട്ടതായി 5 രീതിയിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സമീപിക്കാം, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വൈകല്യങ്ങൾക്ക് ഒരു പ്രതിവിധി നൽകാനായിട്ട് സാധിക്കും. അതിൽ ഒരു പ്രധാന കാര്യമാണ് മെഡിസിൻസ്. മസിൽസിനെ അയച്ചു കൊണ്ടുവരിക, മസിൽസിനെ ശക്തിപ്പെടുത്തുക, മസിൽസിൻ്റെ ടോൺ കുറച്ചു കൊണ്ടുവരിക, ഇതെല്ലാം നമുക്ക് മെഡിസിനിലൂടെ സാധ്യമാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകുക എന്നുള്ളത് ഒന്നാമത്തെ പ്രധാന കാര്യം. രണ്ടാമതായിട്ട് ചില സർജിക്കൽ മെത്തേഡുകൾ ഇവർക്ക് ചില കാലഘട്ടങ്ങളിൽ സെലക്റ്റീവായിട്ട് ചില മസിൽ ഗ്രൂപ്പുകൾക്കോ ടെൻഡൻസിനോ നൽകുന്ന സർജിക്കൽ റിലീസുകളിലൂടെ ഇവരുടെ നടക്കാനുള്ള ആ ഒരു കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു PMR ഡോക്ടറിൻ്റെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും പീഡിയാട്രിക് ഓർത്തോപീഡിഷ്യൻ അടങ്ങുന്ന ഒരു ടീമിൻ്റെ, ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഈ ഒരു സീരിയലായിട്ടുള്ള സർജറീസ് ഒരു പക്ഷേ തീരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സീരിയൽ കാസ്റ്റിംഗ്, അതായത് ഘട്ടം ഘട്ടമായിട്ട് ഇടുന്ന POP, അതായത് പ്ലാസ്റ്റർ ഇടുന്ന കാര്യങ്ങൾ കൊണ്ട് നടക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ മികവുറ്റ രീതിയിൽ നടക്കാനായിട്ട് സാധിക്കാറുണ്ട് സീരിയൽ കാസ്റ്റിങ്ങിലൂടെ. അതുപോലെ തന്നെ ഓർത്തോട്ടിക് ഉപകരണങ്ങൾ, കൃത്യമായിട്ടുള്ള സ്പ്ലിൻറ്റുകളുടെ ഉപയോഗങ്ങൾ കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ നടത്തം കൂടുതൽ സുഗമമാക്കാനും കൂടുതൽ കൃത്യമായിട്ടുള്ള ആ ഒരു ഗെയിറ്റ് പാറ്റേൺ, നടക്കുന്നതിൻ്റെ രീതി കൊണ്ടുവരാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ചില ഇഞ്ചക്ഷൻ ടെക്നിക്കുകൾ, ബോട്ടുലിനം ടോക്സിൻ അഥവാ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ നമുക്ക് നൽകുന്നത് വഴി സെലക്റ്റഡ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പുകൾക്ക് അയവ് നൽകാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 5 കാര്യങ്ങളിലൂടെ, മെഡിസിനിലൂടെ, സർജറിയിലൂടെ, സീരിയലായിട്ട് കാസ്റ്റിംഗ് നൽകുന്നതിലൂടെ, അതുപോലെ ഇഞ്ചക്ഷൻ ടെക്നിക്കിലൂടെ, പ്രധാനപ്പെട്ട ഓർത്തോട്ടിക്സ് ചേരുന്ന ഓർത്തോട്ടിക്സ് നൽകുന്നതിലൂടെ എല്ലാം നമുക്ക് ഈ സെറിബ്രൽ പാൾസി ഉള്ള കുഞ്ഞുങ്ങളുടെ നടത്തം അല്ലെങ്കിൽ ആ ഗെയിറ്റ് പാറ്റേൺ കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.